ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ സേഫ് ആയിട്ട് തായ്ലാൻഡ് എത്തിട്ടോ. എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ ഗ്ലോബൽ ടൂർസിന്റെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അവർ വന്ന് നമ്മൾ പിക്ക് ചെയ്ത് നേരെ കൊണ്ടുപോയത് ഏർലി ചിക്കൻ ഹോട്ടലിലേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫ്രഷപ്പ് ആയി ഫുഡൊക്കെ കഴിച്ചു. ഹോട്ടലിന്റെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. ടൈഗർ ടോപ്പിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. മീൻകുട്ടി തന്നെ നിങ്ങളോട് പറയും. അങ്ങനെ പുലിനായിട്ട് 2 ഫോട്ടോസ് ഒക്കെ എടുത്തു. ഫോട്ടോസ് എടുത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. കുറച്ച് പേടിച്ചു, പിന്നെ ആളൊക്കെ ആയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹോട്ടലിലേക്കായിരുന്നു. ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും ഐസ്ക്രീം ആള് നന്നായി കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോയി. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ കുട്ടി എന്തിനെങ്ങനെ കരയുന്നത്? വേറെ ഒന്നിനുമല്ല, ആ കുട്ടിക്ക് വെള്ളം വളരെ ഇഷ്ടമാണ്. ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ മാർക്കറ്റിലേക്ക് കടന്നു കേട്ടോ. മാർക്കറ്റിലേക്ക് കടന്നെങ്കിലും വെറുതെ നടന്ന് കാണലേ ഉണ്ടായിരുന്നുള്ളൂ. പർച്ചേസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ സ്ട്രീറ്റിനെക്കാളും ഇവിടെ ചെറിയ ഒരു എക്സ്പെൻസ് കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മാംഗോ സ്റ്റിക്കി റൈസിന്റെ അവിടെ എത്തി. ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഓൾറെഡി ഡിസൈഡ് ചെയ്തിരുന്നു ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. പക്ഷെ വീഡിയോയിൽ കണ്ട ഹൈപ്പ് ഒന്നും തോന്നിയില്ല. ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മേ ബി അവിടുത്തത് കൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഫ്രൈഡ് ഐറ്റംസിന്റെ അടുത്തെത്തി. അടുത്ത ഫ്രൈഡ് ഇത് ഞങ്ങൾ ട്രൈ ചെയ്തില്ല കേട്ടോ. കണ്ടപ്പോൾ തന്നെ ട്രൈ ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ജ്യൂസിന്റെ കോർണറിലേക്ക് എത്തി. അവിടുത്തെ ജ്യൂസൊക്കെ സൂപ്പർ ആട്ടോ. ഫ്രഷ് ജ്യൂസാണ്, വെള്ളമൊന്നും ചേർക്കാതെ. അങ്ങനെ നല്ല ജ്യൂസാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ഉണ്ടായിരുന്ന പൂജയ്ക്ക് ഒരു ടാറ്റയും ഒരു ഫ്ലൈങ് കിസും കൊടുത്ത് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. വേറെ എങ്ങോട്ടും ആയിരുന്നില്ല. അത് ഇത് വീണ്ടും പാറ്റ. ഇവിടെ പിന്നെ എല്ലാത്തിനും പാറ്റകളും ഉണ്ട് കേട്ടോ. തേള് മുതൽ പഴുതാര വരെ ഇവിടെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് പോയത് അടുത്ത മെയിൻ ഇവിടുത്തെ അട്രാക്ഷനായ മുതല ഫ്രൈഡ് അടുത്തേക്കായിരുന്നു കേട്ടോ. മുതലിന് പിന്നെ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ദൂരെ നിന്നൊരു ടാറ്റ ബൈബൊക്കെ കൊടുത്ത് ഞങ്ങൾ പോന്നു. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ.